എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിപ്പാട് KS പണിക്കർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, ഞാൻ ഒന്നര പ്രാവശ്യം എൻ്റെ പഴയ വീഡിയോകളിൽ ഇട്ടിരുന്ന കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ഞാൻ പിന്നെയും അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് എല്ലാ ശ്രോതാക്കളും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ എല്ലാവരും തന്നെ ഒരു പ്രാവശ്യം ഒരു വിഷയം കേട്ട് കഴിഞ്ഞാൽ ആ വിഷയത്തെ ഉൾക്കൊള്ളാനോ ആ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരാനോ താല്പര്യപ്പെടുന്നവരല്ല. ദിവസേന 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഒരു വ്യക്തി ഉറങ്ങുന്നുണ്ടെങ്കിൽ ബാക്കി 16 മണിക്കൂറും നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കർമ്മനിരതമാണ്. അതിൽ കൂടി നമുക്ക് കിട്ടുന്ന, നമ്മളുമായി സംവദിക്കുന്ന പല വിഷയങ്ങളും ചിലത് നമ്മളിൽ സ്മരണയായി നിൽക്കാറുണ്ട്, ചിലതൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകാറുണ്ട്. സ്മരണയായി നിൽക്കുന്നത് പലതും നമ്മുടെ സംസ്കാരത്തിനും കർമ്മവാസനയ്ക്കും യോജിച്ച രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിൽ സ്മരണയായിട്ട് പിന്നെയും പിന്നെയും തികട്ടി ഓർമ്മയായി നമ്മളിലേക്ക് വരുന്നു. എന്നാൽ നമ്മുടെ സംസ്കാരത്തിനോ കർമ്മവാസനയ്ക്കോ ഉതകാത്ത രീതിയിലുള്ള ഉന്നത തലത്തിലുള്ള ആത്മീയ വിഷയങ്ങളാണെങ്കിൽ അത് നമ്മൾ ഒരിക്കലും അത് മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനെ ഏതെങ്കിലും ഒരു സമയത്ത് ഓർക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് വായിക്കാൻ കിട്ടുന്ന സമയത്ത്, കേൾക്കാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ അതിനെ ഓർത്തിട്ട് പറയും, ഇത് പണ്ട് ഞാൻ കേട്ടതാണല്ലോ, പക്ഷേ ഇതെനിക്ക് അറിയാം എന്ന് നാം ചിന്തിക്കാറില്ല. കാര്യം ഞാൻ പഠിച്ചിട്ടില്ല, കേട്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കേൾക്കുന്നതും മനസ്സിലാക്കി അതിനെ മസ്തിഷ്കത്തിൽ സൂക്ഷിച്ചു വെച്ച് പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരുന്നതും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പല ആധ്യാത്മിക തലത്തിലുള്ള കാര്യങ്ങളും വിഷയങ്ങളും കേൾക്കാറുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ ഉള്ളിൽ നിൽക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളല്ല കുറ്റക്കാർ. നമ്മളുടെ സംസ്കാരവും അതുപോലെ കർമ്മവാസന, കർമ്മബീജത്തിനൊത്തേ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരത്തുള്ളൂ, മനസ്സിലാക്കത്തുള്ളൂ. അത് മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പഞ്ചമഹായജ്ഞത്തെക്കുറിച്ചാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മഹായജ്ഞമാണെന്ന് പറയുന്നത്. ഓരോ മനുഷ്യരാശിക്കും ഓരോ വ്യക്തിക്കും വിധിച്ചിട്ടുള്ള യജ്ഞമാണ് പഞ്ചമഹായജ്ഞങ്ങൾ. വിവേകബുദ്ധിയോടുകൂടി മറ്റുള്ള ജീവജന്തുക്കളിൽ നിന്നും വ്യത്യസ്തമായി നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധരിക്കുന്നതിനും അതിനെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുപോകുന്നതിനും കൂടിയാണ്. എന്നാൽ നാം ഭൗതിക തലത്തിൽ ആഴ്ന്നു പോയതുകൊണ്ട് നമ്മുടെ വസ്തുവകൾ, കുടുംബം, അതുപോലെ തന്നെ തനിക്ക് അതുണ്ടാകണം ഇതുണ്ടാകണം, ഇങ്ങനെ ഭൗതിക തലത്തിൽ ഇത്രയും ഉയരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കിട്ടാതെ പോകുന്നത് ആത്മീയ തലത്തിൻ്റെ ഉന്നതിയാണ്. അത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ബുദ്ധിയും നമ്മുടെ വിവേകവും ഒന്നും ഇത് പ്രവർത്തനത്തിലേക്ക് വരാതെ പോകുന്നു. അപ്പം അതുകൊണ്ട് കേൾക്കുന്നതിനെ 2-3 പ്രാവശ്യം കേട്ട് കഴിയുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ. അതാണ് നവതാ ഭക്തിയിൽ ശ്രവണം ആദ്യമായി കൊടുത്തിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം. ശ്രവിക്കാൻ പറഞ്ഞു, കേൾക്കേ എന്നാണ് പറഞ്ഞു. ആ കേട്ടതിന് ശേഷം എന്താണ് പറഞ്ഞു? അതിനെ കീർത്തിക്കാൻ പറഞ്ഞു. കീർത്തിക്കാന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞു. റിപ്പീറ്റ് ചെയ്യുമ്പോഴേ അഭ്യാസം കൊണ്ട് മാത്രമേ ഒരു വ്യക്തിയിൽ മനസ്സിനെ ഉറപ്പിച്ചു നിൽക്കാൻ സാധ്യമാകൂ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. അർജുനൻ പറഞ്ഞിട്ടുണ്ട്, മനശ്ചഞ്ചലം ഹി കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹ നിഗ്രഹം മന്യേ വായോരവ ദുഷ്കരം. വായുവിനെക്കാട്ടിലും കട്ടിയുള്ള, അല്ലെങ്കിൽ വായുവിനെക്കാട്ടിലും പ്രയാസമേറിയ ദുഷ്കരമായ ഒരു സാധനമാണ് ഈ മനസ്സെന്ന് പറയുന്നത്. അതിനെ കൂട്ടുപിടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ കൃഷ്ണ എന്ന് അർജുനൻ പറയുമ്പോൾ നമ്മളെപ്പോലുള്ളവർ എന്താണ് ധരിക്കേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും. അതിന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും? അഭ്യാസേന തൂ കൗന്ദേന വൈരാഗ്യേണ ച ഗൃഹ്യതേ എന്ന് പറയും. നിത്യ അഭ്യാസം കൊണ്ടും, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ
നമ്മുടെ അടുത്ത വീട്ടിലെ ആളുടെ ശത്രുക്കളായി കാണാനല്ല പറയുന്നത്, ബന്ധുക്കളെ ശത്രുക്കളായിട്ട് കാണാനല്ല പറയുന്നത്. അതിന് പകരം സ്വന്തം ഇന്ദ്രിയങ്ങളെ ശത്രുവായി കാണാൻ പറഞ്ഞു. അതാണ് നിങ്ങളെ വെട്ടിൽ വീഴ്ത്തുന്നതെന്ന് വ്യക്തമായിട്ട് ധരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയാൻ പോകുന്നത് വ്യക്തമായ ധാരണയോടും ബോധത്തിലും, ബോധം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. അബോധത്തിൽ ബോധമുണ്ട്, അതായത് നാം ചെയ്യുന്ന ഭൗതിക കർമ്മങ്ങളെല്ലാം അബോധത്തിലെ ബോധമാണ്. അതുപോലും പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പ്രവൃത്തിയിൽ പോലും കർമ്മങ്ങളിൽ പോലും വീഴ്ച ഉണ്ടാകുന്നത് ബോധത്തിൽ നിന്നല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബോധത്തോടുകൂടി ഏതൊരു വ്യക്തിയാണിത് കേൾക്കുന്നത് അവന് ബോധമണ്ഡലത്തിൽ ഉറയ്ക്കുകയും ചെയ്യും. മനസ്സിൻ്റെ തലത്തിലേക്ക് ഇതിനെ എത്തിക്കാനും അതുപോലെ തന്നെ മനസ്സിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് പറയാൻ പോവുകയാണ്. നിത്യകർമ്മങ്ങളാണ്, ഒരു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട നിത്യകർമ്മങ്ങളാണ് ഈ പറയുന്ന പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത്. ഇത് ശതപഥ ബ്രാഹ്മണത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് മഹായജ്ഞങ്ങളാണെന്നാണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത്. അവ 5 ഉള്ളൂ എന്നും പറയുന്നു. യാഗങ്ങൾ പറയുന്നത് പ്രത്യേകമാണ്, അത് മനസ്സിലാക്കണം. അശ്വമേധയാഗം, ഗോമേധയാഗം, ഇങ്ങനെയുള്ള പല യാഗങ്ങളുണ്ട്. അത് ഒരു വ്യക്തിക്ക് അനുഷ്ഠിക്കാൻ പറ്റാത്ത, പക്ഷേ ഇതൊരു വ്യക്തിക്ക് വീട്ടിലിരുന്ന് അനുഷ്ഠിക്കാൻ പറ്റും. അതാണ് ക്ഷേത്രത്തിൽ പോവുകയോ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വീട്ടിൽ ഇതിരുന്ന് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവൻ ക്ഷേത്രത്തിൽ പോകുന്ന തലത്തിൽ ഭൗതിക തലത്തിലാണെങ്കിൽ ഇത് ഭൗതികത്തിലും ആത്മീയത്തിലും ഉന്നതി ഉണ്ടാവും എന്ന് പറയുന്നു. ഇതിലേതൊക്കെ യജ്ഞം നമുക്ക് നോക്കാം. ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം, പിതൃയജ്ഞം, ദേവയജ്ഞം, ബ്രഹ്മയജ്ഞം, ഇവയാണ് പഞ്ചമഹായജ്ഞങ്ങൾ. ഇതിന് മറ്റു ചിലർ വ്യക്തികൾ ഇതിന് വേറെ പേരുകൾ പറയാറുണ്ട്. ആ പേരുകളൊന്നും കയറിയിട്ട് മാറ്റിപ്പോകേണ്ട ആവശ്യമില്ല, ഇത് തന്നെയാണത്. യജ്ഞത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്ന യാഗമെന്ന് മാത്രമല്ല, ശങ്കരാചാര്യരുടെ അഭിപ്രായത്തിൽ ഈശ്വരൻ്റെ പര്യായപദം കൂടിയാണ് യജ്ഞം എന്ന് പറയുന്നത്. അത് ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായത്തിൽ യജ്ഞം എന്താണെന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഞാനിവിടെ വർണ്ണിക്കുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 മണിക്കൂറിൽ കൂടുതൽ സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. യജ്ഞം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പരോപകാരമായി ചെയ്യുന്ന ഏത് പ്രവൃത്തിയും, ഈശ്വരൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും യജ്ഞമാണ്. അതിന് ഉദാഹരണം ഇവിടെ പ്രമാണമായിട്ട് വളരെയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങൾ, അതുപോലെ പഞ്ചഭൂതങ്ങൾ ഏതാണെന്നാൽ നിങ്ങൾക്കറിയാം, അതിനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. വായു, അഗ്നി, ജലം, ഇങ്ങനെയുള്ള ഭൂമി, ഇതെല്ലാം തന്നെ നമുക്ക് വേണ്ടി സ്ഥിതി ചെയ്യുകയാണ്. അത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്, മറ്റു ജീവികൾക്ക് വേണ്ടിയല്ല, മനുഷ്യന് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്. അപ്പം അത് കർമ്മനിരതമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാത്രം കർമ്മനിരതമാകാതിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അത് മനസ്സിലാക്കണം. ഒരു യോജിപ്പും അർപ്പണവും, മനോഭാവത്തോടെ ചെയ്യുന്ന ഏത് കർമ്മവും നമുക്ക് പ്രയോജനത്തിൽ വരും. ഈശ്വരാർപ്പണത്തോട് ചെയ്യുക, അതായത് ഇതിൻ്റെ ഫലം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചിന്തയോടുകൂടി അല്ലാതെ. ഇതാണ് 3-ാം അധ്യായത്തിൽ കർമ്മയോഗം പറയുന്നത്. 18 അധ്യായവും കർമ്മയോഗമാണ്. ആദ്യത്തെ ഒരു അധ്യായത്തിൽ തുടങ്ങി 2-ാമത്തെ അധ്യായം തൊട്ട് 18 അധ്യായം വരെ ഭഗവാൻ കർമ്മയോഗം മാത്രം പറഞ്ഞു കൊടുക്കാനുള്ള കാര്യം എന്താണ്? കർമ്മയോഗത്തിൽ കൂടി മാത്രമേ ഒരു വ്യക്തിക്ക് യോഗീതലത്തിലേക്ക്, സാധാരണയായ ഒരു വ്യക്തിക്ക് പോലും എത്തിച്ചേരാൻ സാധിക്കൂ എന്ന് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് 18 അധ്യായത്തിൽ കൂടി. അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യജ്ഞത്തിൽ ദേവപൂജയും യോജിപ്പും അർപ്പണവും സംഭവിക്കുന്നു. സൂര്യാദി ചന്ദ്രങ്ങൾ അല്ലെങ്കിൽ സൂര്യാദി നക്ഷത്രങ്ങൾ ഭൗതിക ദേവതകളാണെന്ന് അതും യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര മഹത്താണെന്ന് നോക്കുക. വളരാൻ ആവശ്യമായ രസം എന്ന് പറയുന്നത് ജലത്തിൻ്റെ ജോലിയാണ്, അത് ചെയ്യുന്നുണ്ട് അല്ലേ? ജലമാണ് വളരാൻ, അത് യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുക. വായുവിനും അഗ്നിക്കും എല്ലാം ഇതുപോലെ യജ്ഞങ്ങളുണ്ട്. ഓരോ ഭൂതങ്ങളും അതിൻ്റെ യജ്ഞങ്ങൾ നടത്തുന്നുണ്ട്. പങ്കു ചേർന്നുള്ള കർമ്മമാണ്, അതായത് ഭൗതിക തലത്തിൽ അമീബ തൊട്ട്, ഏറ്റവും സൂക്ഷ്മജീവിയെന്ന് നാം സങ്കല്പിക്കുന്ന അമീബ തൊട്ട് ഈ മിൽക്കി വേയിലുള്ള, അതായത് സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ വരെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യനാണ് യഥാർത്ഥത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ പോകുന്നത്. അവൻ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. മറ്റെല്ലാം പ്രതിക്ക് അനുയോജ്യമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതിൻ്റെ ഫലവും നമ്മൾ കണ്ടുവരുന്നുണ്ട്. മഴ പെയ്യേണ്ട സമയമൊക്കെ മാറി അതിന് തോന്നുന്ന സമയത്ത് ക്ലൈമറ്റ് വരെ മാറിപ്പോകുന്നതിന് പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിലിരിപ്പും അവൻ്റെ അഹങ്കാരവും കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നു.
ഇതെല്ലാം പരോപകാരത്തിന് വേണ്ടി ചെയ്യുന്ന യജ്ഞമാണ് ഈ ചെയ്യുന്നത്. വായുവിനും അഗ്നിക്കുമെല്ലാം ഇതുപോലെ യജ്ഞങ്ങളുണ്ട്. പരമാത്മാവും സർവ്വവ്യാപിയുമായ വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വവ്യാപി എന്നാണ് അർത്ഥം. ഒരു രൂപമല്ല, മറിച്ച് നമ്മൾ ആരാധിക്കുന്നത് ഈ സർവ്വവ്യാപിയായ ഈശ്വരൻ്റെ രൂപത്തെ ആരാധിക്കാൻ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ട് നമ്മളതിനെ ഒരു രൂപത്തിൽ ആരാധിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം വിഷ്ണു എന്ന് പറയുന്നത് വ്യാപിച്ചുകൊണ്ട് ഈ ഭൂമണ്ഡലത്തിലും പ്രപഞ്ചത്തിലും വ്യാപിച്ചു നിന്നുകൊണ്ട് വിഷ്ണു രൂപിയായി നിന്നുകൊണ്ട് എല്ലായിടത്തും പഞ്ചമഹായജ്ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രാതകാലത്തും, അത് പ്രാതകാല സന്ധ്യയ്ക്കും സായം സന്ധ്യയ്ക്കും ഈശ്വര സ്മരണയോടുകൂടി അല്ലെങ്കിൽ സ്തുതി, പ്രാർത്ഥന, ഉപാസന എന്നിവ തുടങ്ങിയ സന്ധ്യാവദനം അനുഷ്ഠിക്കാനാണ് ബ്രഹ്മയജ്ഞം പറയുന്നത്. നമ്മൾ സ്വതവേ മടിയന്മാരാണ് ഈ മനുഷ്യരെല്ലാം തന്നെ. അതിനകത്തിൽ വളരെ അപൂർവമായ ആളുകൾ മാത്രമേ ഉള്ളൂ നല്ല സംസ്കാരത്തോടും കൂടി അതുപോലെ തന്നെ നല്ല കർമ്മബോധത്തോടു കൂടി കർമ്മവാസന കുറച്ച് വന്നിട്ടുള്ളവർ. ബാക്കിയെല്ലാം കർമ്മവാസന കൂട്ടി നമ്മുടെ സംസ്കാരമൊക്കെ അങ്ങ് താഴ്ന്നു പോയ നിലയിലാണ്. അപ്പം അതായത് ദേവദാസ് സംസർഗം എന്ന് പറഞ്ഞാൽ ഈശ്വര ആരാധനയോട് ദേവതാ സംസർഗം ചെയ്യുന്നതാണ് ദേവയജ്ഞം എന്ന് പറയുന്നത്. നമുക്ക് നന്മ ചെയ്യുന്ന വസ്തുക്കളും എന്താണ് ദേവതയെന്ന് പറയുന്നു. നമുക്ക് നന്മ ചെയ്യുന്ന വസ്തുക്കളും വിദ്വാൻമാരും ദേവന്മാരാണ്. അവരുമായി സംസാരം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് പെരുമാറുന്നത്, ദാനഭാവത്തോടെ യാഗമനുഷ്ഠിക്കുന്നതും ശ്രേയസ്കരമാകുന്ന മുഖ്യമായ ഘടകമാണ്. അതിന് അഗ്നിഹോത്രം എന്ന് പറയാം. അഗ്നിഹോത്രവും അതിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷേ അഗ്നിഹോത്രം പലരും ചെയ്യുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്കോ അറിയാതെയോ പറഞ്ഞു കൊടുത്ത രീതിയിലോ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. അഗ്നിഹോത്രം ശരിക്കാരും ചെയ്യുന്നില്ല. അതാണ് ഒരു ഹോമമായിട്ട് കണക്കാക്കുന്നത്. അടുത്തത് പിതൃയജ്ഞമാണ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാരെയും ആശ്രിതരെയും സംരക്ഷിക്കുക എന്നതാണ് അതായത് ഇതിൻ്റെ അർത്ഥം. വൃദ്ധജനങ്ങളെ സംരക്ഷിക്കാൻ അനുപേക്ഷണീയമായ ഒന്നാണ് മനുഷ്യയജ്ഞം എന്ന് പറയുന്നത്. സാമൂഹ്യമായ കടപ്പാട് അകന്ന് വിദ്വാൻമാരും പണ്ഡിതരും ത്യാഗികളുമായ മഹത്തുക്കളെ യഥായോഗ്യം ആചരിച്ച് സത്കരിക്കണം. ഇതിനെ അതിഥി യജ്ഞം എന്ന് പറയും. തിഥിയില്ലാതെ വരുന്ന ആളിനെയാണ് അതിഥി എന്ന് പറയും. അതായത് തീയതി അറിയിക്കാതെ വരുന്ന ആൾ. അങ്ങനെയുള്ള ആളിൽ ആരെങ്കിലും മഹാത്മാക്കളായിട്ടുള്ള ആളിൽ വരുന്നവരെയാണ്. അല്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബക്കാർ വരുന്നതിനെയല്ല ഈ അതിഥി എന്ന് പറയുന്നത്. മഹാത്മാക്കളായ അതിഥികളെ സാമൂഹിക ആവശ്യത്തിനായി അവർക്ക് ദാനം നൽകണം, അല്ലാതെ അവരുടെ ഉപയോഗത്തിനല്ല. അതായത് അവർക്ക് കൊടുക്കുന്ന ദാനവും അതുപോലെ തന്നെ അവർക്ക് ചെയ്യുന്ന എന്ത് റെസ്പെക്റ്റും നമ്മളിൽ സാമ്പത്തികമായും അതുപോലെ തന്നെ ആധ്യാത്മികമായ ഉന്നതി നമുക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലാകണം. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ കണ്ടുപോകുന്ന ഒരു യജ്ഞമാണ് ഭൂതയജ്ഞം. ഭൂതയജ്ഞത്തിന് നമ്മൾ ഭൂതങ്ങളെ ആരാധിക്കുന്ന തലത്തിലാണ്. ഭൂതങ്ങൾ എന്ന് പറയുന്നത് അറിയാം, ഭവിച്ചതിനെയാണ് ഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂതങ്ങൾ എന്ന് പറയുന്നത് ഭവിച്ചതിനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഭവിച്ചതാണ്. അതിന് കൊടുക്കുന്ന എന്താണോ അതിനെയാണ് ദാനം ചെയ്യുന്ന, അതിന് കൊടുക്കുന്ന യജ്ഞത്തിനെയാണ് ഭൂതയജ്ഞം എന്ന് പറയും. മനുഷ്യേതര ജീവികളെ ജീവിക്കാൻ അനുവദിക്കുന്നതാണ് ഭൂതയജ്ഞം എന്ന് പറയും. ജീവിക്കുന്നതോടൊപ്പം ജീവിക്കാൻ അനുവദിക്കുകയും വേണം. ഒരുവൻ സമ്പാദിച്ച് ഉണ്ണുന്നതിൻ്റെ അംശം മറ്റ് ജീവികൾക്കും നൽകണമെന്നാണ് ഭഗവാന്റെ അല്ലെങ്കിൽ വേദഭഗവാന്റെ അനുജ്ഞ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കൊടുക്കാത്തവൻ കള്ളനാണെന്നും പറയുന്നു, ചോരനാണെന്നും പറയുന്നുണ്ട്. അതായത് മറ്റാർക്കും നൽകാതെ തനിയെ ഭക്ഷിക്കുന്നവൻ കേവലം പാപത്തിൻ്റെ അധികാരിയായി ഭവിക്കുന്നു എന്നർത്ഥം. അംഗവൈകല്യം സംഭവിച്ചവർക്കും ആശരണർക്കും പട്ടി, പൂച്ച, കാക്ക മുതലായ മറ്റ് ജന്തുക്കൾക്കും നാം തേടി ഉണ്ണുന്നതിൻ്റെ അംശം കൊടുക്കണം. കേരളീയ ക്ഷേത്രത്തിലെ ശ്രീഭൂതബലി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇതിന് അനുസൃതമായിട്ടുള്ളൊരു കാര്യമാണ് ശ്രീഭൂതബലി എന്ന് പറയും. നമ്മളതിനെ ഭൂതബലി എന്നും ശ്രീവേലി എന്നൊക്കെ പറയാറുണ്ട്. വേലിക്കല്ലുകൾ അല്ലെങ്കിൽ ബലിക്കല്ലുകളിൽ ചോറ് തൂകുന്നത് ആണ് ഈ പറയുന്ന സംഭവം. ഇത്തരം ഒരു ചടങ്ങിൻ്റെ രൂപഭേദം ഭവിച്ച ക്രിയയാണ് ഈ പറയുന്ന ശ്രീവേലി അല്ലെങ്കിൽ ഭൂതബലി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഒരു പ്രഭാഷണത്തിൽ ഒരു ക്ഷേത്രത്തിൽ പണ്ട് ഞാൻ പ്രഭാഷണത്തിന് പോയി, ഇപ്പം ഞാൻ പോകാറില്ല, പ്രഭാഷണത്തിന് പോയി സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം ഏതാണ്ട് 12 മണിയായി.
ഭൂതബലിയായി എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞ് പ്രഭാഷണം നിർത്തണം, അവിടുത്തെ ഒരു എന്താണ് ശ്രേഷ്ഠത്തിൻ്റെ ഭാരവായി എന്ന് പറഞ്ഞു ഇത് നിർത്തണം. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ്? ഭൂതബലി നടക്കാൻ പോവാണ്, ഭൂതങ്ങളെല്ലാം വാവിളിച്ചിരിക്കുന്ന സമയമാണ്, അതിന് ഭക്ഷണം കൊടുക്കുന്ന സമയമാണ്, അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് നിർത്തിപ്പോകും, അത് ദോഷമായി ഭവിക്കും എന്ന ആൾ എന്നോട് പറഞ്ഞു. അപ്പം നമ്മുടെ സംസ്കാരത്തിൽ നാം അറിഞ്ഞു വച്ചിരിക്കുന്ന ഭൂതബലി എന്ന് പറയുന്നത് ഭൂതങ്ങൾ വാവളന്ന് ക്ഷേത്രങ്ങളിൽ ഇത് ബലി അർപ്പിക്കുന്നത് സ്വീകരിക്കുന്നുള്ളതാണ്. ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. ലോകത്തിൽ തന്നിൽ നിന്നും ദോഷമൊന്നും സംഭവിക്കരുതെന്നും താൻ പറയുന്നത് പോലെ അതായത് പുലരുന്ന പോലെ അല്ല, താൻ പുലരുന്നത് പോലെ അന്യ ജീവജാലങ്ങളും ജീവിക്കണമെന്നും ആഗ്രഹിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ശത്രുതയില്ലാതെ മിത്രതാഭാവത്തിൽ സ്നേഹഭാവത്തോട് കഴിയുക എന്നാണ്. വൈദിക യജ്ഞങ്ങളുടെ അനുഷ്ഠാനത്തിനെ പ്രേരിപ്പിക്കുന്നതിൻ്റെ പൊരുൾ ബൃഹദാരണ്യ ഉപനിഷത്തിൽ തന്നിൽ നിന്നും ഈ ലോകത്തിന് ഒരു ദോഷം ഭവിക്കരുതെന്നും ഏവരും ആഗ്രഹിക്കുന്ന ഈ രഹസ്യം അറിഞ്ഞാൽ ജീവനുള്ള ഒന്നും അതിൻ്റെ ദോഷം വരണമെന്ന് ആഗ്രഹിക്കുകയല്ല ഇപ്രകാരം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്രകാരം അറിയുകയും നിർണയിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അറിയുന്ന വ്യക്തിക്കാണ് യഥാർത്ഥത്തിൽ ആത്മീയ തലത്തിൽ ഉയരാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കണം. കർമ്മവും ജ്ഞാനവും ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. കർമ്മം കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ഉന്നതി പ്രാപിക്കാൻ പറ്റില്ല എന്നും ജ്ഞാനം കൊണ്ട് മാത്രം, ജ്ഞാനം കർമ്മത്തിൻ്റെ താഴെയാണെന്നും വ്യക്തമായിട്ട് പറയുന്ന ഒരു ശ്ലോകം ഈശാവാസ ഉപനിഷത്തിൽ 11ാമത്തെ മന്ത്രം കൊടുത്തിട്ടുണ്ട്. ഈ മന്ത്രം വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും കർമ്മവും ജ്ഞാനവും ഇതിനകത്ത് ഉൾപ്പെട്ടതാണ്. അതും കൂടി മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോയിൽ ചേർക്കാൻ സാധ്യമല്ല. ഇന്നത്തെ ഈ വിഷയം ഞാനിവിടെ സമാപിക്കുകയാണ്. നമസ്കാരം.